അർമേനിയയിലെ ബേർഡ് കേവ് കാണാൻ നമുക്കൊന്ന് പോയാലോ? പോകുന്ന വഴികൾ കണ്ടോ? നല്ല ഭംഗിയായിട്ട് എല്ലാ കുന്നുകളിലും നല്ല ഐസ് പൂവ് ഇങ്ങനെ വീഴുന്ന പോലെ നല്ല ഭംഗിയിൽ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് അങ്ങനെ മഞ്ഞ് വെച്ച് കവേർഡൊന്നും അല്ല കേട്ടോ, എന്നാലും നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഈ ഒരു മലയുടെ മേലേക്ക് ഞങ്ങൾ അത്യാവശ്യം കുറച്ച് സ്റ്റെപ്സ് എല്ലാം കയറി അവിടെ എത്തിയപ്പോഴത്തേനും അത്യാവശ്യം നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടെ വന്നിരുന്നത് നമ്മളുടെ ഗൈഡ് നല്ല ഒരു ലേഡിയായിരുന്നു. നമുക്ക് എല്ലാം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും നമ്മളെ മക്കളെല്ലാം അവർ നല്ല രീതിയിൽ കെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ കൂടെ എല്ലാവരും കൂടെ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് എവിടെ പോകുമ്പോഴും അത്ര ഒരു വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കേവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ബേർഡ്സിനെ കാണാം എന്ന് പറയുന്നുണ്ട് അവർ. ബേർഡ്സ് കേവ് എന്നാണല്ലോ പേര്. അപ്പോൾ നിങ്ങളിപ്പോൾ ആ മലയുടെ മേലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് കണ്ടില്ലേ, ആ സ്റ്റോണിൻ്റെ മേലേക്ക്, അതൊക്കെ ബേർഡ്സിൻ്റെ കൂടാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ഈ കാണിച്ചിരിക്കുന്നതിൽ പല കളർ ഓഫ് സോയിൽ കാണാമായിരുന്നു. അപ്പോൾ ആ ഓരോ ലേയറും ഇത് ഇത്ര ഇരയിൽ ഉള്ളതാണ്, ഇത്ര വർഷമായി എന്നുള്ളതിൻ്റെ ഒരു സിംബോളിക് ആണ് എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അവിടെ അവർക്ക് ഇപ്പോഴും അവിടെ ആർക്കിയോളജിസ്റ്റ് ഇപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അവരതിനകത്തിട്ട് ഡെപ്തായിട്ട് ചെയ്തുകൊണ്ടേ പോവുകയാണ്. ആൾക്കാരവിടെ ഉണ്ടായിരുന്നു എന്നുള്ള തെളിവിന് അവർക്ക് അവിടെ കുറേ കോയിൻസും കുറേ ടൂൾസ്, കുറേ വെസൽസ്, അവർ ഹെൽമെറ്റ് പോലെ ഉള്ള കുറേ കാര്യങ്ങളെല്ലാം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാമാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് ഈ ഒരു ഏരിയയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് അവർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെല്ലാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കേവിനകത്തേക്ക് പോവുകയാണ്. അപ്പോൾ കേവിനകത്തേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ മലയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു കേവ്സ് കാണാം. അപ്പോൾ അതിനകത്തോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അതിനകത്തേക്ക് ഒരു മനുഷ്യന് കയറി പോകാനുള്ള സ്പേസ് ഒന്നുമില്ല. ഇപ്പോൾ മുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അവിടെ മനുഷ്യർ ജീവിച്ചിരുന്നു, അതിൻ്റെ തെളിവുകളാണല്ലോ ഇപ്പോൾ അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ കേവിനകത്ത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് എപ്പോഴും അവിടുത്തെ ടെമ്പറേച്ചർ സ്റ്റേബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ എത്ര ചൂടുകാലമായി കഴിഞ്ഞാലും ഇവിടുത്തെ ടെമ്പറേച്ചർ ഒരു 2 ഡിഗ്രി സെൽഷ്യസ് 2 to 3 അതിനകത്ത് തന്നെ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. അതിൽ കൂടാറില്ല എന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത സ്ഥലം വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ കണ്ടത് പണ്ട് കാലത്തെ ഓവനായിരുന്നു നമ്മൾ കണ്ടത്. അപ്പോൾ പണ്ട് അവർ എല്ലാം ചൂടാക്കാനെല്ലാം യൂസ് ചെയ്തിരുന്ന ഓവൻ എല്ലാം മണ്ണുകൊണ്ട് തന്നെയായിരുന്നേ. പിന്നെ ഓരോ പാറകളുടെയും ടെക്സ്ചർ ഡിഫറെൻ്റ് ആയിരുന്നു. പല രീതിയിലുള്ള ഡിഫറെൻറ്റ് ടെക്സ്ചറിലുള്ള റോക്സ് അവിടെ കാണാമായിരുന്നു കേട്ടോ. ഓരോ സ്റ്റോൺസ് ഓരോ പോലെ ആയിരുന്നു. അപ്പം ചിലത് നമ്മൾ തൊടുമ്പോൾ അങ്ങനെ പറഞ്ഞു വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ അടുത്തത് നമുക്ക് കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ താമസിച്ചിരുന്നപ്പോൾ അവർ വൈൻ ഉണ്ടാക്കിയിരുന്ന ഏരിയ ആയിരുന്നു ഇത്രയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇതാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടുന്ന് വൈൻ പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന വെസൽസ്, അതിൻ്റെയൊക്കെ കുറേ പാർട്സാണ് അവർക്ക് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് അത്രേ. പിന്നെ ഇപ്പം നിങ്ങളൊരു വലിയൊരു റോക്ക് കണ്ടോ, അതായിരുന്നു ഇത്ര ആദ്യം ഈ കേവിലേക്കുള്ള എൻട്രൻസ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം അവിടെ ഒരു എർത്ത് ഇവിടെ നടന്നതിന് ശേഷം ഈ റോക്ക് വന്ന് വീണിട്ട് ആ മെയിൻ എൻട്രൻസ് ഈ കേവിലേക്കുള്ളത് ബ്ലോക്കായി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള എൻട്രൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. വലിയതായിട്ട് എന്താണ് കാണാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആർക്കിയോളജി റിലേറ്റഡ് ആയിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഓക്കെ ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലം തന്നെയാണ്. അല്ലെങ്കിൽ നമുക്കൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്, കുട്ടികൾക്കാണെങ്കിലും നമ്മൾക്കാണെങ്കിലും ഇതുവരെ പോവാത്ത ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, കേവിനകത്തൊക്കെ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യുക, ഇങ്ങനെയൊക്കെ ആൾക്കാർ ഇതിനകത്തൊക്കെ ജീവിച്ചിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം.